അപ്പോൾ ലിഞ്ചബർഗിൽ ബൂട്ട് ലെഗേഴ്സിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റെയർ കേസിൻ്റെ അവിടുത്തെ ക്രിസ്മസ് ലൈറ്റിംഗ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതൊരു മരമാണ്. ആ മരത്തിൽ ലൈറ്റിങ്സ് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ക്യാമറയിൽ കാണുന്ന പോലെ അല്ല, ശരിക്കും ബ്യൂട്ടിഫുള്ളാണ്. നേരിട്ട് കാണുമ്പോൾ ഡബ്ല്യൂ ബ്യൂട്ടിഫുള്ളാണ്. ഇത് ക്യാമറയിൽ അത്രയധികം ക്യാപ്ചർ ആയിട്ടില്ല. ഇപ്പോൾ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ഞാൻ കാണിക്കാം. വേണ്ട, ഇനി അതേപോലെ ഇതാണ് ദൂരെ നിന്നുള്ള വ്യൂ. അപ്പം നമ്മൾ ആ ബൂട്ട് ലെഗേഴ്സിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് അതിൻ്റെ താഴത്തെ ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ബൂട്ട് ലെഗേഴ്സിൻ്റെ അവിടെ കണ്ട് മുകളിലേക്ക് സ്റ്റെയറിലോട്ട് കയറുകയാണ്. അപ്പോൾ സ്റ്റെയറിൻ്റെ ലൈറ്റിങ്ങാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൂട്ട് ലെഗേഴ്സിൻ്റെ ആ സ്റ്റെയർ തന്നെയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ 4 കളറിലെ ലൈറ്റിങ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പും കൂടി കയറി നമ്മൾ മുകളിലേക്ക് പോവാം. അപ്പോൾ ലിഞ്ചബർഗിൽ ആ ബൂട്ട് ലെഗർ ഹോട്ടലിൻ്റെ അവിടുത്തെ സ്റ്റെയറിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് താഴോട്ട്. ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. ഇത് കാണിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ ആ കാണുന്നതാണ് ബൂട്ട് ലെഗർ ഹോട്ടൽ. ഇപ്പം നേരത്തെ കാണിച്ച ആ സ്റ്റാർ ലൈറ്റിംഗ് ഇത് തന്നെ. ഇതാണ് അവിടുത്തെ ഫ്രണ്ടിൽ ആ ലൈറ്റിങ് അറിയിക്കുന്നത്. നേരത്തെ കാണും. ഇതാണ് ബൂട്ട് ലെഗേഴ്സ് ഹോട്ടൽ. ഓക്കെ, ഇത് ബൂട്ട് ലെഗേഴ്സിൻ്റെ അവിടുത്തെ ഒരു സ്റ്റാർ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇത് നല്ല ബ്യൂട്ടിഫുള്ളാണ് വെച്ചേക്കുന്നതാണ്. ഇത് കുറച്ച് നേരം കൂടി ഞാൻ കാണിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ബൂട്ട് ലെഗേഴ്സ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള ഡെക്കറേഷൻസ് അത്. ഇത് കാണുന്ന ട്രീ ടോപ്പർ എന്ന് പറയുന്നത്. ഇതും ബൂട്ട് ലെഗർ ഹോട്ടലിൻ്റെ മുമ്പിലുള്ള ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇത് റെയിൻഡിയർ ആണ്. മറ്റേ കൊമ്പ് കണ്ടിട്ട് സാധാ ഡിയർ ആണെന്നും വേണമെങ്കിൽ അല്ലെങ്കിൽ ബക്കാണെന്നും വേണമെങ്കിലും പറയാം. നല്ല ലൈറ്റിംഗ് കൊള്ളാം. നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു വെറൈറ്റി കാഴ്ചയായിട്ട് കണക്ക് കൂട്ടാം.